ശരി, ശ്രീജിത്ത് പണിക്കർ, ഹൈ ക്വാളിറ്റി സാറ്റലൈറ്റ് ഇമേജസ് ആണ് ഇന്ത്യ തകർത്ത പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളുടേതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. സൈനിക താവളങ്ങളുടെയും എയർ ബേസുകളുടെയും അതുപോലെ തന്നെ എയർ ഫീൽഡുകളുടെയും ഒക്കെ അതിനകത്തുണ്ട്. ആ ക്വാളിറ്റി തന്നെ അതിനകത്ത് കാണാം. കൃത്യമായിട്ട് പ്രത്യാക്രമണത്തിന് മുൻപും അതിനുശേഷവും ഏത് രീതിയിലാണ് പാകിസ്ഥാനിലെ സൈനിക താവളങ്ങൾ തകർന്നത് എന്ന് അത് കൃത്യമാണ്. പക്ഷേ ഈ കിരാന ഹിൽസിന്റെ ആ കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. ആകെ ഈ ടോം കൂപ്പർ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനു മുൻപ് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില സൂചനകൾ ഇതേക്കുറിച്ച് നൽകിയിരുന്നു. എന്തായാലും കിരാന ഹിൽസിന്റെ തുടക്ക സ്ഥലത്തും അതുപോലെ തന്നെ എക്സിറ്റ് പോയിന്റിലും സ്ഫോടനം ഉണ്ടായി എന്നാണ് ചില ദൃശ്യങ്ങൾ അതേക്കുറിച്ചും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്ത്യ എന്തായാലും ചെയ്തിട്ടില്ല, ഇന്ത്യ അത് സമ്മതിച്ചിട്ടുമില്ല. കാരണം ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന ആണവ ശക്തി അവർക്കെതിരെ തന്നെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണോ? അവർക്ക് അണുവികിരണം തടയേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ വെടിനിർത്തലിന് പെട്ടെന്ന് യാചിക്കേണ്ടി വന്നു. അങ്ങനെയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? പാകിസ്ഥാൻ പക്ഷേ ഒരു കാര്യവും ഇതേക്കുറിച്ച് മിണ്ടുന്നുമില്ല. ശ്രീ മഞ്ജുഷ്, ഇത് ഈ ഒരു സമയത്തും നമ്മളിതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം കൺഫേംഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ടോം കൂപ്പർ നമുക്കറിയാവുന്നതുപോലെ വൈഡ്ലി റെസ്പെക്റ്റഡ് ആണ്, വെൽ റെസ്പെക്റ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് കുറേയധികം വെയിറ്റ് ഉണ്ട് എന്നത് നമുക്കറിയാം. ഇവിടെ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കിരാന ഹിൽസ് അറ്റാക്ക് ചെയ്തിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഈ രീതിയിലൊരു ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് ഒരു ആഘാതം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ IAF തന്നെ അതിനെ ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കത് അറിയുമായിരുന്നില്ല എന്ന് വരെ അവർ പറയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമതുള്ള ഒരു പോസിബിലിറ്റി, പാകിസ്ഥാൻ തന്നെ എന്തെങ്കിലും ഒരു ടെസ്റ്റിങ്ങോ മറ്റു കാര്യങ്ങളോ അവിടെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരു സാധ്യത ഉണ്ടാകാനുള്ള ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മൂന്നാമതുള്ള ഒരു പോസിബിലിറ്റി, നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ സ്റ്റേഷനെ, ഒരു എയർ ബേസിനെ ഒക്കെ തന്നെ ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൂടുതലായിട്ടുള്ള ഒരു സുരക്ഷാ പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ അതിന് അടുത്ത് എവിടെയെങ്കിലും നമ്മൾ ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ നിശ്ചയമായും അവരുടെ വാർഹെഡ്സ് അല്ലെങ്കിൽ വെപ്പൺട്രി ഒക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ തന്നെ ഇതിന്റെ ആഘാതത്തിൽ അതിനൊന്നും തന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പരിശോധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഒന്നുകിൽ ഒരു റൊട്ടീൻ മെയിൻ്റനൻസിന്റെ ഭാഗമാകാം, അതല്ല എങ്കിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രശ്നമില്ല എന്നോ ഒരു തരത്തിലുമുള്ള ലീക്ക് ഇല്ല എന്നോ ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന പരിശോധനകളുമാകാം. ഈ മൂന്ന് പോസിബിലിറ്റിയും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇൻഫർമേഷനുകളെല്ലാം ഈ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യമാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആണവ ചോർച്ച ഉണ്ടെങ്കിൽ അത് രഹസ്യമായി വെക്കേണ്ടുന്ന ഒരു വിവരമല്ല എന്നുള്ളതാണ് പ്രധാനം. അതിൽ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ അവിടെ കിരാന ഹിൽസിൽ അവരുടെ സ്റ്റോറേജ് ഫെസിലിറ്റിയെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര രംഗത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഞങ്ങൾ ആരും തന്നെ ഈ ന്യൂക്ലിയർ പവർ ആയിട്ടും ഞങ്ങളിത് ഉപയോഗിച്ചില്ല. ഫസ്റ്റ് യൂസ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഫെസിലിറ്റികളെ ഡയറക്റ്റ് ആയിട്ട് ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പോലും ഒരുപക്ഷെ പാകിസ്ഥാന് വലിയ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു അറ്റാക്കിന് പോയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കലി ആണെങ്കിലും ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോയിന്റ് പാകിസ്ഥാൻ ഇതുവരെ റൈസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒരുപക്ഷെ IAF പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ശരി എന്ന് നമ്മൾ ഊഹിക്കേണ്ടി വരും. അതായത് നമ്മൾ നേരിട്ട് അവരുടെ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ഉള്ളത് മറ്റ് രണ്ട് പോസിബിലിറ്റിയാണ്. അത് പാകിസ്ഥാൻ ഇത് ടെസ്റ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്കത് സമ്മതിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ സിറ്റുവേഷൻ ഉണ്ടാകാം. അതായത് കുറെ റൂമേഴ്സ് ഉണ്ടാകുന്നു, കുറേയധികം ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ പാകിസ്ഥാൻ ആ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന ഒരു സ്റ്റാൻഡ് അവരെടുക്കുകയാണ്. മൂന്നാമത്തെ പോസിബിലിറ്റി ആണെങ്കിലും ഇങ്ങനെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഫെസിലിറ്റിയുടെ നിയർ ബൈ ആണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എങ്കിൽ പോലും അവരായിട്ട് ഒരു വോളണ്ടറി ചെക്ക് നടത്തുകയാണെങ്കിൽ അതും അവർ കൺഫേം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിലവിൽ ഞാൻ കരുതുന്നത് അൺകൺഫേംഡ് ആണ് എന്നുള്ള സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വ്യോമത്താവളങ്ങളിൽ അടിയേറ്റത് കൊണ്ട്, അത് നാമാവശേഷമായത് കൊണ്ട് മാത്രം പാകിസ്ഥാൻ ഇങ്ങനെ ഒരു വെടിനിർത്തലിന് തയ്യാറായി. അതൊരു യാചനയായിരുന്നുവല്ലോ രംഗത്തേക്ക് എത്തുമ്പോൾ. അതുപോലെ തന്നെ അമേരിക്കയുടെ പെട്ടെന്നുള്ള ഇടപെടൽ, ഇതൊക്കെയാണല്ലോ സംശയകരമായി നിൽക്കുന്നത്. ഇതിൽ ഇന്ത്യക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇന്ത്യ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വെടിനിർത്തൽ അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞു, ഭീകരതയെ ഇനിയും പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ സമ്മതിക്കില്ല, മറിച്ചാണെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന്. അത് പാകിസ്ഥാൻ സമ്മതിച്ചു എന്നാണല്ലോ. അപ്പോൾ എന്തോ വലിയ കാര്യം പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് അപ്പുറം. അതാണ് ഈ ഒരു തിയറിയിലേക്ക് വരുന്നത്, കിരാന ഹിൽസിലെ ആണവ സംഭരണ കേന്ദ്രത്തിന് അടിയേറ്റിട്ടുണ്ട് എന്ന്. അവിടെ നിന്ന് വികിരണം പോസിബിൾ ആണ്.
അല്ലത് പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം ഒരുപക്ഷെ പാകിസ്ഥാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്കെയിലിലായിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ക്രെഡിബിളായിട്ട് ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല മാധ്യമങ്ങൾ, പല മാധ്യമ പ്രവർത്തകർ, അവരിൽ നിന്ന് ഒരുപക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശിവ് അറൂരിനെ പോലെയുള്ള വളരെ റെസ്പോൺസിബിൾ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞത് 100% ടേക്ക് ഇറ്റ് ഫ്രം മൈ മൗത്ത്, 11 എയർ സ്റ്റേഷനുകളിൽ 90 മിനിറ്റിനുള്ളിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്തു എന്നാണ്. 11 എയർബേസുകളെ 10-ാം തീയതി രാവിലെ 90 മിനിറ്റിനുള്ളിൽ 1.5 മണിക്കൂറിനുള്ളിൽ അറ്റാക്ക് ചെയ്തു എന്നാണ്. എന്ന് വെച്ചാൽ 1 ഡസനോളം പാകിസ്ഥാന്റെ എയർബേസുകളെ അറ്റാക്ക് ചെയ്യുകയും അവരുടെ ഫെസിലിറ്റികളെ നിർവീര്യമാക്കുകയും അവരുടെ റൺവേ ഒക്കെ തന്നെ ബോംബിട്ട് തകർക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം അത്രയും എയർബേസുകൾ ലിറ്ററലി ഡീകാപ്പിറ്റേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. അവരിൽ നിന്ന് റൺവേ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജെറ്റ്സിനൊക്കെ തന്നെ പറക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നേരിട്ട് അവരുടെ ഏതെങ്കിലും ഒരു പ്ലെയിനിനെ അത് ഡൗൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവാണ് ഒരുപക്ഷെ ഇതിന്റെ ഹാങ്ങറും മറ്റുമുള്ള സ്ഥലങ്ങളിൽ, ഇതിന്റെ എയർ ബേസുകളിലൊക്കെയുള്ള റൺവേ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ഇമ്മൊബൈൽ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ബാലക്കോട്ട് പോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു പ്രതികാര നടപടി എന്ന രീതിയിലത്തേക്ക് ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണമായിരുന്നുവെങ്കിൽ നമ്മൾ അവരെ ഞെട്ടിച്ചത് 9 ഇടത്ത് ഒന്നിച്ചടിച്ചത് കൊണ്ടാണ്. ഏതാണ്ട് 25 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷനിൽ നമ്മൾ 9 ഇടത്ത് അവർക്കൊരു സർപ്രൈസ്, ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നൽകിയത്. അതേപോലെ തന്നെ നമ്മുടെ എയർബേസുകളെ അവർ ആക്രമിക്കുകയാണ്, എന്നിട്ട് വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി. സിർസയിലേത്, സൂരത് ഗഡിലേത് ഒക്കെ തന്നെ ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വ്യാപകമായിട്ടുള്ള നുഴ പ്രചരണങ്ങളും കൂടി ഉണ്ടായപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെന്റ് അതിശക്തമായിട്ട് തിരിച്ചടിക്കുന്നതിന് തീരുമാനിക്കുന്നതും IAF ഇങ്ങനെ 1.5 മണിക്കൂറിൽ ഏതാണ്ട് 1 ഡസനോളം അവരുടെ എയർബേസുകളിലേക്കൊക്കെ തന്നെ ആക്രമിക്കുന്നത്. അതൊരു ക്ലിയർ കട്ട് വിക്ടറി ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിന്റെ സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ ഈ അവകാശപ്പെട്ട ഇന്ത്യയുടെ എയർബേസുകൾ തകർത്തു എന്ന് അവകാശപ്പെട്ട ആ എയർബേസുകളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഈ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന് മുൻപും അതിനുശേഷവും ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ചില്ലറ കേടുപാടുകൾ ചിലയിടങ്ങളിൽ വന്നു എന്നാണ് അത് ഇന്ത്യൻ സേന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില്ലറ കേടുപാടുകൾ മാത്രമെന്ന്, അല്ലേ? അത് സാറ്റലൈറ്റ് ഇമേജ് അല്ല, നോക്കൂ, നമ്മൾ ഈ 2 രാജ്യത്തെയും സൈന്യം നടത്തിയിരിക്കുന്ന പത്രസമ്മേളനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടേത് ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ്. കാരണം നമ്മൾ ഒരു സമയത്ത് പോലും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു കാര്യം തെറ്റാണ് എന്ന്, ഇല്ലാത്തതിനെ ഉണ്ടെന്നോ ഉള്ളതിനെ ഇല്ല എന്നോ പറയാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല. ഇപ്പൊ നമ്മുടെ പ്ലെയിൻസിനെ അവർ ഡൗൺ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോലും വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയത്. അതായത് നമ്മളൊരു കോൺഫ്ലിക്റ്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നോ എങ്ങനെയാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അവിടെ രാജ്യത്തിന്റെ കൺസേൺ എന്ന് പറയുന്നത് വലിയ കോടികൾ മുടക്കി വാങ്ങിയിരിക്കുന്ന ഒരു വിമാനത്തിനേക്കാൾ ഒരു സൈനികന്റെ ജീവനാണ് എന്നതുകൊണ്ടാണ് നമ്മുടെ പട്ടാളക്കാരെല്ലാവരും, നമ്മുടെ പൈലറ്റ്സ് മുഴുവനും സേഫായിട്ട് തിരികെ എത്തിയിട്ടുണ്ട്, ഒരു ലോസും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ എയർബേസുകളിലാണ്, പ്രത്യേകിച്ച് ഒരു 4 എയർബേസുകളിൽ അവർ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും, പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡാമേജ് ആണ്. അതെന്തിന്? ആൾക്കാർക്കും വസ്തുക്കൾക്കും, പേഴ്സണലിനും പ്രോപ്പർട്ടീസിനും ലിമിറ്റഡ് ആയിട്ടുള്ള ഡാമേജ് മാത്രമാണ് എന്ന് നമ്മൾ വളരെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് എന്താണ്? 6-0 നമ്മുടെ 6 ജെറ്റുകളെ ഇടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല തുടങ്ങിയ രീതിയിലത്തേക്കുള്ള തീരെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അതേ കാര്യങ്ങൾ നമ്മുടെ എയർ മാർഷൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞിരുന്നത് അവിടെയുള്ള ആൾക്കാരുടെ, അവരുടെ വെപ്പൺട്രി നമ്മൾ, പ്രത്യേകിച്ച് അവരുടെ ബേർഡ്സിനെ നമ്മൾ വീഴ്ത്തിയിട്ടുണ്ട്, പക്ഷെ അത് നമ്മുടെ ഏരിയയിലല്ല, കാരണം ക്രോസ് ഓവർ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. എന്റെ കയ്യിൽ നമ്പർ ഉണ്ട്, പക്ഷെ ഞാനത് ഈ സമയത്ത് പറയുന്നത് ശരിയാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ വീഴ്ത്തിയിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല അവര് നൽകുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റൊരു കാര്യം, ഇന്ന് കഴിഞ്ഞ ദിവസം ആദംപൂർ വ്യോമത്താവളത്തിൽ പോയിരുന്നുവല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ പാകിസ്ഥാൻ തകർത്തുവെന്ന് അവകാശപ്പെടുന്ന S-400 മുന്നിൽ നിന്ന് പ്രധാനമന്ത്രി ചിത്രവും എടുത്തിരുന്നു, സല്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വെർഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കയ്യിൽ 4 S-400 ഉണ്ട്, അപ്പോൾ മറ്റൊരിടത്ത് നിന്ന് S-400 ആദംപൂരിൽ കൊണ്ടുവന്നത് എന്നാണ്. അതായത് പാകിസ്ഥാൻ ഒരു S-400 നശിപ്പിച്ചു എന്ന് തന്നെ അവർ അവകാശപ്പെടുകയാണ്. പക്ഷേ അതിനൊരു തെളിവും ഹാജരാക്കുന്നില്ല. ഇനി 4 S-400 ഒരുമിച്ച് കണ്ടാൽ പോലും പാകിസ്ഥാൻ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത്,